വിവരമുള്ള ലോകം പുണ്യ നബിയെ അംഗീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ വിമർശകന്മാർ പോലും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ വലിയ ഭാഗമായിരുന്ന അനീബസൻ എന്തുകൊണ്ടാണ് മദീനയിലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം അംഗീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ മനസ്സിലാക്കിയത് അനീബസന്റെ പറയുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ അബസവതവല്ല എന്ന് പറയുന്ന വരേണ്യരായ ഖുറൈശി പ്രവൃത്തികളും പ്രമാണികളുമായിട്ടുള്ള ആളുകളുമായി ഒരു സംഭാഷണത്തിലായിരുന്നു പുണ്യ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് എന്നും ഏറെക്കുറെ കാണുന്ന തന്റെ തന്നെ സ്നേഹിതനായ അനുയായിയായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന അന്ധനായ സഹാബി ഒരിക്കലും അവഗണിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴും കാണുന്ന ഒരാളാണ് വന്നിരിക്കുന്നത്. അധികം സംസാരിക്കാൻ കിട്ടാത്ത നേതാക്കന്മാരാണ് മറ്റൊരു ഭാഗത്ത്. അള്ളാഹു തിരുത്തുമായി മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നത്. റസൂലുള്ളാഹിനെ അനീബസന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശാസിക്കുകയാണ്. അബസ, മുഖം ചൊളിച്ചു കളഞ്ഞില്ലേ, വതവല്ല, ഭവനിക്കാതെ വിട്ടില്ലേ, അൻജാഅഹുൽ അഅ്മ, അന്ധൻ വന്നതിനെ ചൊല്ലി. ഈ സംസാരിക്കാൻ തെരഞ്ഞെടുത്ത ഈ അഭിസംബോധിതരായ വരേണ്യരേക്കാൾ ഹൃദയശുദ്ധി ഒരുപക്ഷെ ഈ വന്നണഞ്ഞ അന്ധനായിരിക്കുമല്ലോ. അനീബസന്റെ സൂക്ഷ്മമായൊരു ഭാഗം പറയുന്നത് മുഹമ്മദ് അല്ലാത്ത മറ്റൊരാളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഈ 3 ആയത്തുകൾ മൂടി വെക്കുമായിരുന്നു. നിങ്ങളോട് ഞാൻ ചെയ്തതിനെ ചൊല്ലി അള്ളാഹു എന്നെ തിരുത്തി, എന്നെ ശാസിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ സത്യസന്ധരിൽ സത്യസന്ധനായ മുഹമ്മദിനല്ലാതെ മറ്റാർക്ക് പറ്റുമെന്ന് അനീബസൻ